ഗുഡ് മോർണിംഗ്. ഇന്ന് 2024 നവംബർ 20 2 മണി നേരത്ത് ഞാൻ പൂഞ്ഞാർ കുര്യനും ഭാര്യ ഡേസി, പെങ്ങൾ എൽസമ്മ, ഭർത്താവ് യോയിച്ചൻ 4 പേരും കൂടി എറണാകുളത്ത് 6 മണിക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് 6:45 വന്ന് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ 7 മണിയോടുകൂടി ഡൽഹിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. 3 ടയർ AC സ്ലീപ്പറിലാണ് ഞങ്ങളുടെ യാത്ര. അതിനാൽ രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം നല്ല ഉറക്കം കിട്ടി. നേരം വെളുത്ത് 7 മണിയോടുകൂടി ഗോവയിലെത്തി. അവിടേക്കുള്ള എൻട്രി പോയിൻ്റിൽ തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ മനോഹരമായ ബ്രിഡ്ജ് കാണാൻ സാധിച്ചു. ഉച്ചമയക്കത്തിന് ശേഷം ഞങ്ങൾ 6 മണിയോടുകൂടി ബോംബെയിലുള്ള പൻവേൽ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് നേരം നടക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 1 മണിയോടുകൂടി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ടാക്സിയിൽ ന്യൂഡൽഹി അടുത്തുള്ള പഹർഗഞ്ച് എന്ന സ്ഥലത്ത് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് കാണുന്നത്. കാറിൽ ഞങ്ങളുടെ ലഗേജുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര തിരിച്ചു. ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടി നിസാമുദ്ദീനിലാണ് എത്തിയത്. അവിടെ നിന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ വളരെ പുതിയ റെയിൽവേ സ്റ്റേഷനാണ്. എങ്കിലും അവിടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒന്നും ആയിട്ടില്ല. അവിടെ കൂടുതൽ ഓട്ടോറിക്ഷ, സ്കൂട്ടർ, സൈക്കിൾ റിക്ഷ, പിന്നെ 3 വീലേഴ്സ്, 4 വീലേഴ്സ്, അങ്ങനെ എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു മെസ്സാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് സ്വീകരിച്ചത്. കാറുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ സാധിച്ചു. വീതിയുള്ള റോഡാണെങ്കിലും ഭയങ്കര ട്രാഫിക്കാണ് അവിടെ. രാത്രിയിൽ ഉറങ്ങിയതിന് ശേഷം രാവിലെ 6:30 ആഗ്ര ട്രിപ്പിന് ഞങ്ങൾ വോൾവോ 2x2 സിസ്റ്റം വെച്ച് AC ബസ്സിൽ യാത്ര തുടർന്നു. കൃത്യം 6:30 തന്നെ തുടങ്ങിയ യാത്ര സാമാന്യം നല്ല പോകും. പിന്നെ നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഡൽഹിയിൽ പൊടിയുണ്ട്. അതിനാൽ വിസിബിലിറ്റി വളരെ കുറവായിരുന്നു ഹൈവേയിൽ. ബസ്സിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം കുറച്ച് സൈറ്റ് സീയിങ്ങും അതുപോലെ ഞങ്ങളുടെ അകത്തേക്കുള്ള വ്യൂവും ഷൂട്ട് ചെയ്തു. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം യാത്രയുണ്ട്. 200 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട്. 11:15 മാത്രമേ ഞങ്ങൾ ഡൽഹിയിൽ എത്തിച്ചേരുകയുള്ളൂ. ഡൽഹി ആഗ്ര പുതുക്കി പണിതപ്പോൾ അവിടെ പല ടോൾ ബൂത്തുകൾ അവർ ഉണ്ടാക്കി. അതിലൊന്ന് മധുരയിലാണ് ആദ്യം കാണാൻ സാധിച്ചത്. അതിനുശേഷം രണ്ടാമത്തെ ടോൾ ബൂത്ത് ആഗ്രയ്ക്ക് അടുത്തുണ്ട്. ഇത് മനോഹരമായ ടോൾ ബൂത്താണ്. പെട്ടെന്ന് തന്നെ ടോൾ ബൂത്തിൽ കൂടെ ഞങ്ങൾക്ക് പാസ് ചെയ്ത് പോകാൻ സാധിച്ചു. ഇതാണ് ഞങ്ങളുടെ ടൂറിസ്റ്റ് ബസ്. ഹൈവേയിൽ കുറച്ച് നേരം ഡ്രൈവർ മടുപ്പ് തീർക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ വെളിയിലിറങ്ങി. വെളിയിൽ നിന്ന് ആ ഹൈവേയുടെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് എൻ്റെ ക്യാമറയിൽ പകർത്തുവാൻ സാധിച്ചു. ഏതാണ്ട് ബസ് ഫുള്ളായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു ബസ്സായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. കൃത്യം 10 മണിയോടുകൂടി ഞങ്ങൾ ബൃന്ദാവൻ എന്ന സ്ഥലത്തെത്തി. അവിടെയുള്ള ഒരു പഞ്ചാബി ധാബയിലാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി അവർ 1/2 മണിക്കൂർ വണ്ടി നിർത്തി തന്നത്. ഇവിടെ സോളാ ഭട്ടൂര, സാധാരണ പൂരി, പിന്നെ അത്യാവശ്യക്കാർക്ക് മസാല ദോശ, നെയ് റോസ്റ്റ്, അതുപോലെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് ഒരു ചായ. ഈ ചായ നമുക്ക് കാണാം, മലൈ ടീ എന്ന് പറയുന്ന ഉണ്ട്. അതായത് ചായ ചൂടായ പാലിലേക്ക് ചായപ്പൊടി എല്ലാം കൂടെ പാല് ചൂടാക്കി വെച്ചിരിക്കുന്നു. അതിലേക്ക് ചായയുടെ ചൂട് പാലെടുത്ത് അതിൽ ചായ മിക്സ് ചെയ്ത് പാലിൻ്റെ മുകളിലുള്ള മലായി ഇട്ട് തരുന്നതാണ് മലായി ടീ. ധാരാളം ബാത്റൂമും എല്ലാം അവിടെ ഇട്ടിട്ടുള്ളതിനാൽ ആളുകൾക്ക് 2, 3, 4 വണ്ടി വന്നാലും അവർ പെട്ടെന്ന് തന്നെ നമ്മളെ കൈകാര്യം ചെയ്യുന്നതാണ്. 3, 4 ഹോട്ടലുകൾ ഈ മാതിരി ഇവിടെയുണ്ട്. എല്ലാവരും ഒന്നിച്ച് നിന്നാണ് സഹകരിച്ചാണ് ഈ ഹോട്ടലുകൾ നടത്തുന്നത്. നമ്മുടെ ഓർഡറിനനുസരിച്ച് ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ആൾക്കാരെല്ലാം പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട മസാല ടീ
പിന്നെ പോട്ടിനകത്തുള്ള ടീ മുതലായവ ഞാനും എൻ്റെ കൂടെ വന്നവരും ഞങ്ങൾ വില കൊടുത്ത് മേടിച്ച് അവിടെ നിന്ന് കഴിച്ചു. ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിന് ശേഷം എല്ലാവരും ബസ്സിലേറി ആഗ്രയിലേക്കുള്ള യാത്ര തുടർന്നു. മലായ് ടീയുടെ പ്രത്യേകത, മലായ് നമുക്ക് ക്ലേയുടെ ഒരു പോട്ടിലാണ് ചൂട് നല്ല ചൂടുള്ള ചായ തരുന്നത്. അതിൻ്റെ മുകളിൽ ഒരു മലായി ഇടും. മലായി എന്ന് പറഞ്ഞാൽ പാലിൻ്റെ മുകളിലുള്ള പാടയാണ്. അത് വളരെ ഊതി കുടിക്കാനായിട്ട് നല്ല രസമാണ്. ഇവനാണ് മസാല ടീ ഉണ്ടാക്കുന്നവൻ. അവൻ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ, ഞാൻ വീഡിയോ എടുത്താൽ ഭാവിയിൽ നിനക്ക് നല്ല കളക്ഷൻ കിട്ടും. ഞാനിത് യൂട്യൂബിലിടുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കാണും. ഈ ചായ കുടിക്കാനായിട്ട് നിൻ്റെ അടുത്ത ആൾക്കാർ വരും എന്ന് പറഞ്ഞപ്പോൾ അവൻ സഹകരണം മനസ്ഥിതിയോടുകൂടി എന്നോട് ചിരിച്ച് കാണിച്ചു. ഇതാണ് പോട്ട് എന്ന് പറയുന്ന ഈ ചെറിയ പാത്രമാണ്. ഇത് നമ്മൾ കുടിച്ചതിന് ശേഷം നമുക്ക് പൊട്ടിച്ച് കളയാം, ഇല്ല വീട്ടിൽ കൊണ്ടുപോകാം. ഇത് അപ്പം തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കളയും. ഡിസ്പോസിബിളാണ്. എൽസമ്മയും ജോയിച്ചനും ഡേസിയും ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് മലായ് ടീ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഏതാണ്ട് 1 മണിയോടുകൂടി ആഗ്രയിലെത്തി. ആഗ്ര പോർട്ടിൻ്റെ സൈഡിൽ കൂടെ യാത്രയിൽ ഞാൻ ആഗ്ര പോർട്ടിൻ്റെ നീളത്തിലുള്ള ഒരു വീഡിയോ തന്നെ എടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. മരങ്ങളുടെ ശിഖരങ്ങൾ ഉള്ളതിനാൽ അത്ര ക്ലാരിറ്റി എനിക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും 90% ദൂരെ നിന്നുള്ള വ്യൂ എനിക്ക് കിട്ടി. ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം വീണ്ടും 3 മണിയോടുകൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാനായിട്ടെത്തി. 1 മണിക്കൂർ സമയമാണ് നമുക്ക് ഇവിടെ ചിലവഴിക്കാനുള്ളതിന് ശേഷം ഞങ്ങൾക്ക് ആഗ്രയുടെ തന്നെയുള്ള താജ്മഹൽ കാണണം. അതിനാൽ എത്രയും വേഗം ആൾക്കാർ ക്യൂവിൽ നിന്ന് 20 രൂപ ടിക്കറ്റാണ് എൻട്രി ടിക്കറ്റ്. പെട്ടെന്ന് തന്നെ അതെടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആഗ്ര പോർട്ട് പണിയുവാനായിട്ട് ഏതാണ്ട് 8 വർഷത്തോളം എടുത്തു. 4000 ജോലിക്കാർ 8 വർഷത്തോളം നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലാണ് 1565 ഈ മഹാസൗധം പണിഞ്ഞു തീർക്കുവാൻ മഹാനായ അക്ബർ ചക്രവർത്തിക്ക് സാധിച്ചത്. ഇതിൽ ഇപ്പോൾ എൻട്രി ഫീസ് വാങ്ങുന്നത് 20 രൂപ മാത്രമാണ്. 94 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാസൗധത്തിന് 70 അടിയോളം പൊക്കമാണുള്ളത്. ആഗ്രയിൽ പോർട്ടിൻ്റെ ഏതാണ്ട് 2.5 ഇരട്ടി വലിപ്പമുണ്ട് ഡൽഹി പോർട്ടിന്. പേർഷ്യൻ ആൻഡ് തിമുറിഡ് സ്റ്റൈലിലാണ് ഈ മഹാസൗധം പണിതിരിക്കുന്നത്. ഇത് കോർബൽഡ് സ്റ്റൈൽ എന്ന് പറയും. അതായത് ഒരു കട്ടയുടെ മുകളിൽ മറ്റൊരു കട്ട നീട്ടി വെച്ചിട്ട് പണിയുന്ന ഒരു സ്റ്റൈലാണ് കോർബൽ കെട്ടുക എന്ന് പറഞ്ഞാൽ. അതേ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് ആദ്യകാലങ്ങളിൽ പട്ടാളക്കാർക്ക് സൗകര്യാർത്ഥം അവരുടെ താമസത്തിനും അതുപോലെ കുതിര, ആന മുതലായവയുടെ നല്ല രീതിയിലുള്ള ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ചക്രവർത്തിമാർ ഇതിനുള്ളിൽ സേഫ്റ്റിക്കായിട്ട് താമസം മാറുകയാണ് ഉണ്ടായത്. ആഗ്ര പോർട്ടിൻ്റെ പുറം ഭിത്തി ചുമന്ന നിറത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉൾവശത്ത് നമുക്ക് ആദ്യം പണിത ഭാഗങ്ങളെല്ലാം ചുമന്ന നിറത്തിലുണ്ട്. ഇത് അക്ബർ ചക്രവർത്തി പണിയിച്ചതിന് ശേഷം ഹുമയൂണും ഷാജഹാനും എല്ലാം ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി. ഷാജഹാന് വെളുത്ത മാർബിൾ ഇഷ്ടമായതിനാൽ വെളുത്ത കല്ലിലാണ് ഷാജഹാൻ്റെ പണിയിപ്പിച്ച മഹലുകളെല്ലാം കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഷാജഹാൻ നിർമ്മിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ജയിലിലാണ് ആയിരുന്നു അവരുടെ പുത്രൻ ഹുമയൂൺ. ഔറംഗസേബ് ഇവിടെ വീട്ടുതടങ്കലിൽ അദ്ദേഹത്തെ പാർപ്പിക്കുകയും അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന് താജ്മഹൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മുംതാസ് മഹൽ അന്ത്യവിശ്രമം കൊള്ളുന്ന താജ്മഹൽ കാണാനുമുള്ള സൗകര്യത്തിനായിട്ട് അവിടെയുള്ള ഒരു സ്പെഷ്യൽ മുറിയിലാണ് അദ്ദേഹത്തെ കിടത്തിയിരുന്നത്. ഏതാണ്ട് 8 വർഷത്തോളം ജയിൽവാസത്തിന് ശേഷം ഷാജഹാൻ മരിക്കാനുണ്ടായത്. യമുന നദിയാണ് തൊട്ട് പുറകിലൂടെ ഒഴുകുന്നത്. യമുന നദിയുടെ ഒരു സൈഡിൽ നമുക്ക് പോർട്ടിൻ്റെ ഭിത്തി കാണാൻ സാധിക്കും.
അങ്ങ് ദൂരെ കാണുന്നതാണ് താജ്മഹൽ. അപ്പോൾ ഷാജഹാൻ ചക്രവർത്തിക്ക് ഈ പോർട്ടിലിരുന്ന് അത് കാണുന്നതിനുള്ള സൗകര്യം മക്കൾ ഒരുക്കി കൊടുത്തിരുന്നു. രാജാവിൻ്റെ വെള്ളക്കല്ലിൽ തീർത്ത ഇരിപ്പിടമാണ്. ഇവിടെ ഇരുന്നാണ് രാജാവ് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അവിടുത്തെ പ്രധാന ഹാളാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് അവിടെ ഹാളിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വെളിയിൽ ബ്രിട്ടീഷ് ഒരു കേണലിൻ്റെ ശവകുടീരമുണ്ട്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരുന്ന ഈ ആഗ്ര പോർട്ടിനുള്ളിൽ അദ്ദേഹത്തിനെ അടക്കാനുണ്ടായത്. ഇതാണ് മനോഹരമായ പൂന്തോട്ടവും മറ്റ് ഉള്ളിലെ കാഴ്ചകളും കണ്ടതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് പോന്നു. ഞങ്ങളുടെ ഏതാണ്ട് 1 മണിക്കൂറോളം സമയം അപ്പോൾ തീരാറായിരുന്നു. ധാരാളം സമയമെടുത്ത് കാണേണ്ട ഒരു പോർട്ടാണ് ഇത്. എങ്കിലും കൃത്യസമയത്ത് ഞങ്ങൾ വെളിയിൽ വന്നു. ഈ കാണുന്നത് വെള്ളം കെട്ടി നിർത്താനുള്ള സൗകര്യമാണ്. മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്നും ഈ പോർട്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഈ ഏരിയ മുഴുവൻ ചുറ്റിലും വെള്ളം നിറഞ്ഞതായിരുന്നു. നമ്മൾ ഒരു പാലത്തിലൂടെയാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത്. പണ്ട് ഈ പാലം തടിയിൽ നിർമ്മിച്ചതായിരുന്നു. ശത്രുക്കളുടെ ഉപദ്രവം വരുമ്പോൾ അവരെ തടിപ്പാലം വലിച്ചിരുന്നു. ഇതാണ് നമുക്കുള്ള എൻട്രി ടിക്കറ്റ്. ഈ ബസ്സിലാണ് നമ്മൾ പോവുകയും വരികയും ചെയ്യുന്നത്. 4 മണിയോടുകൂടി താജ്മഹലിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തിയ ഞങ്ങൾക്കായി ഇലക്ട്രിക് കാറുകൾ വന്നുകൊണ്ടേയിരുന്നു. ക്യൂവിൽ നിന്ന് 20 രൂപ ടിക്കറ്റ് കൊടുത്ത് വേണം നമുക്ക് കാറിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ. ധാരാളം ഇലക്ട്രിക് വാഹനങ്ങളുള്ളതിനാൽ ഏതാണ്ട് ഒരു 20 മിനിറ്റ് ക്യൂ നിന്നതിന് ശേഷം ഞങ്ങളും ഈ വാഹനത്തിൽ പ്രവേശിച്ചു. 30 കിലോമീറ്റർ മാക്സിമം സ്പീഡിൽ പോകുന്ന ഈ വാഹനം വളരെ സേഫാണ്. ഇലക്ട്രിക് ആയതിനാൽ പുകയോ ഒച്ചയോ ഒരു ബഹളമോ അതിനകത്തില്ല. ഏതാണ്ട് 10 മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ താജ്മഹലിൻ്റെ മുമ്പിൽ എത്തിച്ചേരാം. താജ്മഹലിൻ്റെ മെയിൻ കവാടം ചുമന്ന നിറത്തിലുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ ദൃശ്യമാവുകയുള്ളൂ. അവിടെ നിന്ന് ഏതാണ്ട് 500 മീറ്ററോളം അകലമുണ്ട് താജ്മഹലിലേക്ക്. താജ്മഹൽ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്ത മാർബിളിൽ നിർമ്മിച്ചതാണ്. പേർഷ്യയിൽ നിന്നുള്ള ഏതാണ്ട് കുറച്ച് കളർഫുൾ മാർബിളുകളും ഇതിൻ്റെ ഡിസൈനിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 42 ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഈ സൗധം മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ചതാണ്. 1631 1653 ഇടയിലാണ് ഇതിൻ്റെ പണി തീർന്നത്. 27,000 ലേബറേഴ്സ് പണി ചെയ്ത ഈ സൗധത്തിന് ഏതാണ്ട് 3.2 crore ഇന്ത്യൻ റുപ്പീസാണ് അന്ന് ചിലവായത്. താജ്മഹൽ മാത്രം കാണുന്നതിന് 50 രൂപയും മുംതാസ് മഹലിൻ്റെ കബറിടം കാണാൻ വേണ്ടി 200 രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത്. 73 മീറ്ററാണ് ഇതിൻ്റെ മിനാറിൻ്റെ ഉയരം. 4 മിനാറുകളാണുള്ളത്. കുത്തബ് മിനാറിൻ്റെ ഉയരം 72.5 മീറ്റർ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സൗധം. പുറകിൽ കാണുന്ന യമുന നദിയാണ്. യമുന നദി കണ്ടതിന് ശേഷം തിരികെ എത്തിയ ഞങ്ങൾക്ക് മുമ്പിലുള്ള മനോഹരമായ ഗാർഡൻ്റെ വ്യൂ കാണാൻ സാധിച്ചു. ഈ ഗേറ്റിലൂടെ തന്നെ ഞങ്ങൾ വെളിയിൽ വരും. ഏതാണ്ട് സന്ധ്യയോടുകൂടി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് 60 കിലോമീറ്റർ അകലെയുള്ള മധുരയിൽ ഞങ്ങൾ 7:45 എത്തി. 8 മണിക്ക് അവിടുത്തെ പൂജയിൽ പങ്കെടുത്തതിന് ശേഷം കുറച്ച് ലൈറ്റ് ആൻഡ് ഷോയും കണ്ടു. മധുരയിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനിച്ച സ്ഥലം. അവിടുത്തെ ജയിലും മറ്റ് സംസ്ഥാനങ്ങളും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് വൃന്ദാവനത്തിലെത്തി. 10 മണിയോടുകൂടിയാണ് വൃന്ദാവനത്തിലെത്താൻ പറ്റിയത്. വൃന്ദാവനത്തിലെ അമ്പലങ്ങളിലെല്ലാം ദർശനം നടത്തിയതിന് ശേഷം രാത്രി തന്നെ ഞങ്ങൾ മടങ്ങി 12:30 ഡൽഹിയിലെത്തുകയും 1 മണിക്ക് ഞങ്ങളുടെ റൂമിലെത്തിച്ചേർന്ന് വിശ്രമിക്കുകയും ചെയ്തു. പൂഞ്ഞാർ കുഴിയെ